ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തില് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയില് ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ഈ കാലഘട്ടം വളരെ വ്യത്യസ്തമായി പല കാര്യങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഉളവാക്കുന്ന തരത്തിലേക്കും, അതുപോലെ തന്നെ പരീക്ഷാർത്ഥികൾ മാത്രമല്ല അഥവാ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിനപ്പുറത്ത് അധ്യാപകരും അതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളും മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാധ്യമങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ച് കണ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആകയാൽ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ മനഃശാസ്ത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പല വസ്തുതകളുണ്ട്. എന്നാൽ ഇന്ന് ഈ ഷോർട്ട് നോട്ടീസിലുള്ള വെബിനാർ ആയതുകൊണ്ടും അതിൽ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകാൽ ഇതിൽ നാം പലപ്പോഴും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളും നടക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഞാനിവിടെ പറയപ്പെടുന്നത്. എന്നാൽ അതിനെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മയുടെ പദത്തിൽ എത്തിക്കുക എന്നതാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്ന ദൗത്യം. ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞല്ലോ, മാനസിക പിരിമുറുക്കം, അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠനം എന്ന് പറയുന്നത് ഇന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് മത്സരങ്ങളുടെ ഒരു നിര തന്നെയാണ്. വിദ്യാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഒഴുക്കിൽ പെട്ടുപോകുന്നതും തന്മൂലം അവരുടെ മാനസികമായ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നതും ഒക്കെ ഇന്നത്തെ ചുവരെഴുത്തായി തന്നെ നമ്മൾ വായിക്കേണ്ടതായിട്ട് വരികയാണ്. ഇവിടെയാണ് നാം എങ്ങനെയാണ് ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതെന്നത് ഒരുപക്ഷെ നാം പെന്തക്കോസ്ത് വിഭാഗത്തിലും ക്രിസ്തീയ വിഭാഗത്തിലും ഉൾപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ടും നമുക്ക് വിശുദ്ധ വേദപുസ്തകം ആധികാരികമായി ചില കാര്യങ്ങൾ നൽകത്തന്നിട്ടുള്ളത് കൊണ്ടും നമുക്ക് അതിനെ ഒരു വാക്കിൽ, തിരുവചനത്തിന്റെ ഒരു വാക്യത്തിന്റെ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പ്രസന്റേഷനിൽ നടക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. പല യുവജന വേദികളിലും കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, ആ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള തരത്തിൽ അവർ ഒരു പക്ഷേ ഹാസ്യരൂപേണയോ അല്ല സംശയരൂപേണയോ അതിനപ്പുറത്ത് അവരുടേതായ ചിന്തയിലെ വികലത കൊണ്ടോ അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ വാക്യത്തിന്റെ പ്രസക്തി പലപ്പോഴും പരീക്ഷ എന്ന് പറയുന്ന കാര്യങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഇപ്രകാരമാണല്ലോ, ആ വാക്യം ഇങ്ങനെയാണ് ഞാൻ ഉദ്ധരിക്കപ്പെടുന്നത്: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നാം ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരോട്, ശിഷ്യഗണത്തോട് കർത്താവ് അരുളി ചെയ്യുന്ന ആ വാക്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി എന്നോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? യഥാർത്ഥത്തിൽ അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നതും ശ്രേഷ്ഠ ഗുരുവായ ഗുരുനാഥനായ കർത്താവ് ലോകത്തിൽ വെച്ച് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ടീച്ചറായ അധ്യാപകനായ ആ കർത്താവ് തന്റെ ശിക്ഷഗണത്തോട്, തന്റെ സ്റ്റുഡൻസിനോട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വിദ്യാർത്ഥികളോട്, ആ 12 അംഗങ്ങളുള്ള ആ ക്ലാസ് റൂമിൽ, അഥവാ ആ കാലഘട്ടം ഗുരുകുല വിദ്യാഭ്യാസമാണ്. എപ്പോഴും ഗുരുവിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഒരു കാലഘട്ടം. ഇന്നത്തെ പോലെ കഴിഞ്ഞ 200 വർഷമായിട്ട് രൂപകൽപ്പപ്പെട്ടിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം ഒന്നും എത്തിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തില് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്, ആ ചോദ്യത്തിന് മറുപടിയായി അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അവർ കർത്താവ് ഏൽപ്പിച്ചിട്ട് പോയ ശിഷ്യന്മാർ തങ്ങൾ ഉറങ്ങി കിടക്കുന്നത് കണ്ടിട്ട് തങ്ങളോട് പറയുന്ന ഒരു വചനമായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന 2 പദങ്ങളാണ് ഞാൻ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വാച്ച് ആൻഡ് പ്രേ എന്നാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വാച്ച് ആൻഡ് പ്രേ. അപ്പോൾ നോക്കി അല്ലെങ്കിൽ ഉണർന്നിരുന്ന് അല്ലെങ്കിൽ അതിൽ നമ്മൾ പ്രാർത്ഥന നിരതരായി ഉറങ്ങിക്കിടക്കുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തോടുകൂടെ നമുക്ക് ഈ ഭാഗത്തിലേക്ക് ഒന്ന് കയറാം. അല്പസമയം നിങ്ങൾ ഉണർന്നിരിക്കുക. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവികമായ
കാര്യത്തില് ഇവിടെ നമ്മൾ കാണുമ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ വർഷവും വിവിധ സെമിസ്റ്ററുകളായിട്ടും അല്ലെങ്കിൽ കേരളത്തിൽ ഓണം, ക്രിസ്മസ് എന്നിത്യാദി അല്ലെങ്കിൽ ടേമുകളായിട്ട് മാസങ്ങളായിട്ട് ഒക്കെ പരീക്ഷകളിൽ ഏർപ്പെടുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ബോർഡ് എക്സാമിനും 10നും +2നും പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൻ ഉൾപ്പെടെ 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം അടുത്ത 3-ാം തീയതി അഥവാ നാളെ കഴിഞ്ഞ് അപ്പിയർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളുമായുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ബോർഡ് പരീക്ഷ അഥവാ ബോർഡ് എക്സാമിന്റെ വിദ്യാർത്ഥികൾക്കുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ഫോർ ബോർഡ് എക്സാം സ്റ്റുഡൻസ് എന്ന ഒരു കാര്യമാണ് ആദ്യത്തെ ഭാഗത്ത് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ ടോപ്പിക്സിൽ നമ്മൾ എടുക്കുന്ന 5 കാര്യങ്ങളാണ്. അതിലൊന്ന് സ്ട്രെസ് അഥവാ സമ്മർദ്ദം, പിന്നീട് മനസ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചുരുക്കമായിട്ട് അതിനെ ഒന്ന് അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കും. അതിനുശേഷം അറ്റംപ്റ്റ് അഥവാ ശ്രമം എങ്ങനെയായിരിക്കണമെന്നും അതുപോലെ തന്നെ പുനരവലോകനം അഥവാ റിവിഷൻ എങ്ങനെയായിരിക്കണമെന്നും ഇതിനെയെല്ലാം ആകത്തുകയായി സമയം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നുള്ളത് വിശകലനം ചെയ്യുവാനാണ് ആദ്യത്തെ ടോപ്പിക്കിൽ നാം താല്പര്യപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇത് എക്സാം എഴുതുന്ന കുട്ടികളുമായി ബന്ധപ്പെടുത്തിയാണ്, മാതാപിതാക്കളാണ് നമ്മൾ ഇന്നത്തെ ഈ വെബിനാറിൽ ഉദ്ദേശിച്ചിരുന്നത്. കാരണം നാളെ കഴിഞ്ഞ് എക്സാം തുടങ്ങുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ സമയത്ത് കയറിയിരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ മാതാപിതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കുട്ടികളുമായി സംവദിക്കുവാനായിട്ടാണ് ഈ കാര്യങ്ങളെ ഇന്ന് ഈ ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ടോപ്പിക്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളെ എങ്ങനെ ഈ വക കാര്യങ്ങൾ, അവരുടെ സ്ട്രെസ്, അവരുടെ മനസ്സ്, അവരുടെ ശ്രമങ്ങൾ, അവർ ഒരു കാര്യത്തെ പുനരവലോകനം ചെയ്യുന്നതും സമയം ക്രമീകരിക്കുന്നതും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം അടുത്ത സെഷനായിട്ട് ഹൗ ടു സപ്പോർട്ട് യുവർ ചൈൽഡ് ഡ്യൂറിംഗ് ബോർഡ് എക്സാമിനേഷൻ അഥവാ ബോർഡ് എക്സാമിൽ നിങ്ങളുടെ കുട്ടിയെ എങ്ങനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, മാതാപിതാക്കളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏരിയയാണത്. അതിൽ ഈ ടോപ്പിക്കിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയങ്ങൾ: ഒന്ന്, മനസ്സിലാക്കുക അഥവാ അണ്ടർസ്റ്റാൻഡ്; 2, അവിടെയും സമയത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ച് അല്പം വ്യത്യസ്തമായ തലത്തിലൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യത അർഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് അഥവാ പ്രാധാന്യം. അതുപോലെ തന്നെ ലേണിംഗ് എന്നാണ് അവിടെ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത്, എന്തോ ഒരു സൈക്കോളജിക്കൽ മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്, സ്നേഹം എന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ലേണിംഗ് അഥവാ പഠിക്കുക എന്നതാണ് അടുത്ത പദം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് കാണുന്നത് ഇന്റിമസി അഥവാ അടുപ്പം, ബന്ധം എന്നിത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ സീറോയും, പൂജ്യമാക്കുക, നിഷ്ഫലമാക്കുക, എന്തിനെയൊക്കെ നിർവീര്യമാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവിടെ ഒന്ന് അല്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പര്യവസാനമായി പരിസ്ഥിതി അഥവാ എൻവയോൺമെന്റ്, അതിന്റെ ആകത്തുക എങ്ങനെയാണെന്നും മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഈ 7 വിധ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്ലീസ് ബിന്ദു, ട്രൈ ടു നോട്ട് അനോട്ടേറ്റ് ഓൺ യുവർ സ്ക്രീൻ. ബിന്ദു, I don't know who is Bindu. Please try to not annotate in the screen. Okay. Okay, then we will move ahead. നമ്മൾ അടുത്ത സെഷനിലേക്ക് കയറാൻ പോവുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഒന്നാമതായി കാണുന്നത് കുട്ടികളുടെ സ്ട്രെസ്, സമ്മർദ്ദം. ഏതൊക്കെ തരത്തിലാണ് ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത് നോക്കിക്കേ. ഒരു വടം വലിച്ചു പൊട്ടിക്കുമ്പോൾ എങ്ങനെ അത് പിഞ്ചി അത് പൊട്ടിമാറുന്നോ അതുപോലെയാണ് ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് സ്ട്രെസ് അഥവാ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ. അത് ഏത് തരത്തിലുള്ളതായാലും സമ്മർദ്ദങ്ങളെ 2ആയി തരംതിരിക്കാം, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പോൾ തന്നെ അതിന്റെ നെഗറ്റീവ് എഫക്റ്റുകളെയാണ് ആദ്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന, as I told you, Bindu, please don't annotate it on the screen. Please kindly cooperate with us. ഞങ്ങളോടൊപ്പം സഹകരിക്കുക. നിങ്ങളുടെ മൊബൈലിൽ അനോട്ടേറ്റ് ചെയ്യരുത്, അഥവാ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കുത്തിവരച്ച് കാണിക്കുമ്പോൾ അത് എല്ലാ സ്ക്രീനിലേക്കും വരും. അത് അല്പം പോലും നല്ലതായ ഒരു കാര്യം എന്റെ ക്ലാസ്സിനിടയ്ക്ക്
ചെയ്യുന്നത്. കൈൻഡ്ലി സേവ് പുട്ട് ഓഫ് ദ അനോട്ടേഷൻ ഫ്രം യുവർ എൻഡ്. ഓക്കെ, കം ബാക്ക്. സമ്മർദ്ദം അഥവാ ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഭയം എന്നത് പലപ്പോഴും നമുക്ക് അത് തോൽവിയോടുള്ള ഒരു ഭയം. പരീക്ഷയിൽ ഏത് ഒരു കുട്ടിക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ പഠിച്ചത് വരുമോ, വരാതിരുന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും, എത്ര മാർക്ക് ലഭിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ജയവും തോൽവിയും മാത്രമായിരുന്നു. ഇന്ന് എത്രത്തോളം ഔന്നത്യത്തിലെത്താം, A+ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് എന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ എല്ലാവരേക്കാളും മുകളിൽ എത്തുക എന്ന് പറയുന്ന ഒരു മത്സര അപ്രകാരമുള്ള ഒരു ചുവയോടുകൂടിയാണ് ഏത് കാര്യങ്ങളെയും മനുഷ്യൻ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി അതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളെ വളരെയധികം അവർ ഭാരം ചുമക്കുവാനും കൂടുതലായി കാര്യങ്ങളെ അവർക്ക് വഹിക്കാവുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് അവരുടെ സമ്മർദ്ദം കൂടുകയും മാനസിക സമ്മർദ്ദം കൂടുകയും അത് ഒരു പടം പോലെയുള്ള, അല്ലെങ്കിൽ മനസ്സിന് വളരെ ശക്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും മനസ്സ് ഒരുങ്ങിയാൽ എന്തും ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഓൻ നനച്ചാൽ പുലിയെ പിടിക്കും, ഇരുപോയാലും ഓൻ നനയ്ക്ക മാട്ടെ എന്നൊക്കെ പറയുന്ന തമിഴിലെ ഒരു രീതികൾ പോലെ തന്നെ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ഭയം നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി എക്സാം എഴുതുന്ന കുട്ടികൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എഴുതാൻ പോകുന്ന വിഷയത്തെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അല്പമായി ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും അതിനെ ഭയത്തോടെ അല്ലെങ്കിൽ സംഘർഷത്തോടെ അതിനെ അഭിമുഖീകരിക്കരുത്. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടെ അതിനെ അഭിമുഖീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ശുദ്ധ വേദപുസ്തകം ഇങ്ങനെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ സെക്യുലർ സെഷനിലൊന്നും ഞങ്ങൾ പറയാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത ഭാഗങ്ങളാണ് അത്. എന്നാൽ നമ്മുടെ ഇടയിൽ അത് പറയുമ്പോൾ ഏറ്റവും നന്നായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും ഇടയായിത്തീരും. അത് മറ്റൊന്നുമല്ല, ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് വേദപുസ്തകത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അതെ, നിങ്ങൾ ആയിരിക്കുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണോ, അത് മാത്സ് ആകട്ടെ, അത് സയൻസ് ആകട്ടെ, മലയാളമാകട്ടെ, അല്ല ലാംഗ്വേജ് ആകട്ടെ, ഇംഗ്ലീഷ് ആകട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, അത് ഏത് വിഭാഗത്തിലായാലും അതിനോട് നിങ്ങൾ ഒന്ന് സ്നേഹിക്കുവാൻ, താതാത്മ്യപ്പെടുവാൻ താല്പര്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഭയം എന്നതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും. കാരണം ഭയം നിങ്ങളെ എപ്പോഴും വീഴ്ചയിലേക്കും നിങ്ങളുടെ കാലുകളെ ഇടറിക്കുവാനും നിങ്ങളുടെ കൈകളെ വിറപ്പിക്കുവാനും നിങ്ങളുടെ ശരീരത്തെ മുഴുവനായിട്ട് സന്തുലനാവസ്ഥ നഷ്ടപ്പെടുത്തി നിങ്ങൾ വീഴാൻ പോലും സാധ്യതയുണ്ട്. എപ്പോഴും നമുക്കറിയാമല്ലോ, സാധാരണയായി നമുക്ക് ഭയമുള്ള കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിറയ്ക്കാറുണ്ട്. അതുപോലെ അങ്ങനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ ഏത് വിഷയത്തോടാണോ നിങ്ങൾക്ക് അഭിരുചി കൂടുതലുള്ളത് അത് നിങ്ങൾ നന്നായി പഠിക്കാറുണ്ട്. നിങ്ങൾക്ക് അത് സന്തോഷത്തോടെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ 100 out of 100 100 വാങ്ങുന്നത് സാധാരണയായി പതിവുള്ളതാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, പലപ്പോഴും ആ സബ്ജക്റ്റിനോടായിരിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടക്കേട് തോന്നിയത്, പണ്ടെപ്പോഴോ അത് പഠിപ്പിച്ച ഒരു ടീച്ചറോ ഒരു അധ്യാപകനോടോ അല്പമായി നിങ്ങൾക്ക് തോന്നിയ വ്യത്യസ്തമായ ഒരു അഭിപ്രായമോ നിങ്ങളുടെ മനസ്സിനകത്ത് അറിയാതെ കയറിക്കൂടിയ ഒരു കുഴപ്പമോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യസ്തമായ ഒരു ചിന്താധാരയായിരിക്കാം. എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന ഒരു തെറ്റായ ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയതായിരിക്കാം നിങ്ങൾക്ക് ഈ ഭയം എന്ന കാര്യം ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത്. അതുപോലെ തന്നെ ഹൈ എക്സ്പെക്ടേഷൻ ഫ്രം പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് കുട്ടികളുടെ ഇടയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പേരൻസ് ആ കുട്ടിയുടെ മാനസികാവസ്ഥയും കുട്ടിയുടെ ചിന്താധാരയും ആ കേപ്പബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കാതെ അതിനപ്പുറമായിട്ട്, അതുകൊണ്ട് കുട്ടികൾ ഇത് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ പേരൻസും കൂടി ഇത് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൊടുക്കുന്ന കൂടുതൽ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ വലുതാക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ മാനസികമായ പിരിമുറുക്കത്തിലും സമ്മർദ്ദത്തിലും ഏർപ്പെടാനും അത് അവർക്ക് പഠിച്ചതുപോലും നന്നായി അറിയുന്നത് പോലും ഒരു പക്ഷേ സംശയത്തിന്റെ രീതിയിൽ കൊണ്ടുവന്ന് അതിൽ നിന്ന് അവർ വിട്ടുപോകുവാൻ അല്ലെങ്കിൽ അതിൽ അവർ പ്രോപ്പറായിട്ട് അവർക്ക് ആൻസർ ചെയ്യുവാൻ ഇടയാക്കാതെ വരുന്നത് സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അടുത്തതായിട്ട് പിയർ പ്രഷർ, കൂട്ടുകാരുടെ ഇടയിലുള്ള സമ്മർദ്ദം. അതുകൊണ്ട് പരീക്ഷ കാലയളവിൽ എന്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളോട്
പ്രത്യേക ശാന്തമായി നമുക്ക് അടുത്ത ഭാഗത്ത് അതിനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. എന്നാൽ അവരോട് വളരെ നന്നായി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എക്സാമിനേഷൻ സമയത്ത് പിയർ പ്രഷർ, അവരെന്ത് പഠിച്ചു, അവരെങ്ങനെ പഠിക്കുന്നു എന്നിത്യാദി ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയുകയും നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും സംശയങ്ങളും നിവാരണങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുകയും അതിന് ഒരു പക്ഷേ കമ്പയർ സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് പിയർ ഗ്രൂപ്പിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പലപ്പോഴും പല തരത്തിലുള്ള പിയർ പ്രഷർ നിങ്ങൾ ഒരുമിച്ച് കൂടി അത് ബുദ്ധിമുട്ടാക്കുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെ കോൺഷ്യസ് ആയിട്ട് ആ കാര്യങ്ങളെ വളരെ നന്നായി അതിനെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ 10ാം തരത്തിലും 12ാം തരത്തിലുമുള്ള അല്പം കൂടെ പഠനത്തിൽ ഔന്നത്യം പുലർത്തുന്നവരും അല്പം കൂടെ നിങ്ങൾ മാനസികമായും ശാരീരികമായും വളർച്ച പ്രാപിച്ചവരുമാണ് എന്ന ബോധ്യം നിങ്ങളെ ഭരിക്കട്ടെ. അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി നിങ്ങളുടേതായ സെഗ്മെന്റിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ രൂപകൽപ്പന ചെയ്യുവാൻ, അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ വിജയവും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ആണെന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളാണെന്നും ഉള്ള ആ വലിയ സത്യം നിങ്ങൾ മറക്കരുത് എന്നിവിടെ പറഞ്ഞ് പിയർ പ്രഷർ എന്ന് പറയുന്ന ആ വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നിങ്ങളെ ഞാൻ ബോധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും സമ്മർദ്ദം കൂടുന്നത് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നന്നായി പഠിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിക്കുവാനായിട്ട് നിങ്ങളുടെ സമയം ഇനി അതിക്രമിച്ചു പോയിരിക്കുകയാണ്. എന്നാൽ പഠിച്ചതത്രയും നന്നായി മനസ്സിൽ ആക്കുവാൻ, മൈൻഡ് അഥവാ സെക്കൻഡ് സെഷൻ, നിങ്ങളുടെ തല എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് അഥവാ നിങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്തുന്ന, നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ച് ഹൃദ്യസ്ഥമാക്കുന്ന എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള കാര്യങ്ങൾ വളരെ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും നല്ലൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്ത് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്ട്രെസ് കൂടുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്, 555 ടെക്നിക് അഥവാ ഇൻഹെയിൽ, ഹോൾഡ് ആൻഡ് എക്സൈൽ. അല്പനിമിഷം നിങ്ങൾ ശ്വാസം പിടിച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇരുന്നിട്ട് ശ്വാസം പിടിച്ചു വെച്ചിട്ട് അതിനെ ഒരു നിമിഷം ഹോൾഡ് ചെയ്തിട്ട് അത് വീണ്ടും റിലീസ് ചെയ്യുകയും, അതുപോലെ തന്നെ സാവധാനത്തിൽ നിങ്ങൾ ശ്വാസം വലിച്ചതിന് ശേഷം അതുപോലെ തന്നെ 1 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും തിരികെ വിടുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് 555 ടെക്നിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് മാതാപിതാക്കളും അത് നിങ്ങളുടെ കുട്ടികൾ അല്ലാതെ ടെൻഷൻ ആണെങ്കിൽ 1 മിനിറ്റ് അതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ആൻഡ് പ്രയർ. പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. മുമ്പേ പറഞ്ഞതുപോലെ വാച്ച് ആൻഡ് പ്രയർ. കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ടെംപ്റ്റേഷനിൽ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, അല്ല നിങ്ങൾ അതിനകത്ത് ആകുലചിത്തരായി അല്ലാണ്ട് നിങ്ങൾ ആയിപ്പോകാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഉണർത്തിക്കൊണ്ട്, മെഡിറ്റേഷനിലൂടെയാണ് മനസ്സ് ഉണരുന്നത്. പലപ്പോഴും മെഡിറ്റേഷനിലൂടെ ഉറങ്ങിപ്പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കുട്ടികൾ അതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ഒരു പ്രത്യേക വസ്തുതയാണ് മെഡിറ്റേഷൻ ആൻഡ് പ്രയർ. നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞാലും അതിനോടൊപ്പം അല്പസമയം അവർ ഒരു ഗ്യാപ്പ് എടുത്ത് മെഡിറ്റേഷനും പ്രയറും, പ്രത്യേകിച്ച് എവറി 40 മിനിറ്റ്സിൽ ഒരു 5 to 10 മിനിറ്റ്. ജോജി സാർ എന്തെങ്കിലും പറയാണോ? എവറി 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് ഗ്യാപ്പ്. അത് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക്, സ്ട്രെച്ചിങ്ങിനോ അല്ലെങ്കിൽ ഷോർട്ട് വാക്കിനോ, ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ തന്നെ ഒന്ന് നടക്കാനോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉലാത്തുവാനോ, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഷോർട്ട് വാക്കിനോ, അല്ലെങ്കിൽ ഒന്ന് കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തി ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു എക്സസൈസ്, ബോഡി എക്സസൈസ് കൊടുക്കുവാനും നിങ്ങൾ, അല്ലാതെ സ്ട്രെച്ച് ചെയ്ത് 4-3 മണിക്കൂറുകൾ ഇനി ഈ പരീക്ഷാ കാലയളവിൽ ഇരിക്കരുത്. അതൊക്കെ നേരത്തെ ഇരിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് വളരെ
ക്രിയാത്മകമായി കാര്യങ്ങളെ ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയാകണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും. എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ഫെച്ച് ചെയ്ത കാര്യങ്ങൾ, ഇത്രയും നിങ്ങൾ നിങ്ങളുടെ തലയിൽ നിറച്ചു വെച്ച കാര്യങ്ങൾ ഒരു പക്ഷേ പേപ്പർ കിട്ടുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാകുമ്പോൾ ആ വൈറ്റ് ഷീറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആൻസർ ഷീറ്റിൽ അപ്രകാരം നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യുവാൻ, അതിനെ നന്നായി അപഗ്രഥിച്ച് അതിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുമ്പോൾ എപ്പോഴും 40 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് 10 മിനിറ്റ്സിന്റെ ഒരു ബ്രേക്ക്, അത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് എല്ലാവിധമായ ഡിജിറ്റൽ സംവിധാനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. നിങ്ങളുടെ പഠനത്തിന് തന്നെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ആയാലും, നിങ്ങൾ ഒരു പക്ഷേ എക്സാമിനർ, സൈലം ഇത്യാദിയൊക്കെ ഓൺലൈൻ ക്ലാസ് റൂമുകളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ കിടക്കുന്നതിന് മേക്ക് ഷുവർ ദാറ്റ് 1 hour ബിഫോർ യു ഹാവ് ടു സ്വിച്ച് ഓഫ് ഓൾ ദ മീഡിയ, ഡിജിറ്റൽ മീഡിയ. ദാറ്റ് വിൽ ഹെൽപ്പ് യുവർ ഐസ്. അത് നിങ്ങളുടെ കണ്ണിന് ഗുണകരമാകും, നിങ്ങളുടെ മനസ്സിന് ഗുണകരമാകും. അല്ലെങ്കിൽ രാത്രിയിൽ വീണ്ടും നിങ്ങളുടെ മനസ്സ് ഉറങ്ങുവാനും നിങ്ങൾക്ക് ശരിയായ ഉറക്കം ലഭ്യമല്ലാതിരിക്കുവാനും ഇടയാകും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ തന്നെ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശ്രമം അഥവാ അറ്റംപ്റ്റ്. പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാതെ പഠനത്തിൽ നമ്മുടെ അറ്റംപ്റ്റ് ശരിയാകാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്നതായിട്ട്, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പിൽക്കാലത്തെ കൗൺസിലിങ്ങിന് എത്തുന്ന ക്ലയൻസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ അറ്റംപ്റ്റ് റെഡിയാകുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാമിനേഷന്റെ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചുവോ അത് മാത്രം തലേ ദിവസവും ആ പർട്ടിക്കുലർ ഡേയിലും റിവിഷൻ അല്ലാതെ പുതിയൊരു കാര്യം വായിക്കുവാനോ പഠിക്കുവാനോ നിങ്ങൾ മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അത് പർട്ടിക്കുലർ ആയിരിക്കണം, എലിജിബിൾ ആയിരിക്കണം. അതിനോട് നിങ്ങളുടെ സമീപനം ഏറ്റവും സുതാര്യമായ രീതിയിൽ ഫോക്കസ് പോയിന്റ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ ആൻസറുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ബോർഡ് അഥവാ കേരള ബോർഡ് എക്സാമിനേഷൻ എഴുതുന്നവ, CBSEയോ ICSEയോ ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. കേരള ബോർഡ് എക്സാമിനേഷൻ, അതിൽ ഈ പ്രാവശ്യം എക്സാമിനേഷൻ എഴുതുന്നവർ നിങ്ങളുടെ ആൻസറുകൾ അത് വ്യത്യസ്തമായിരിക്കണമല്ലോ. അത് നിങ്ങൾ കൂടുതലായിട്ട് അതിനെ നിങ്ങളുടെ അറ്റംപ്റ്റ് ഓരോ ക്വസ്റ്റ്യനും കറക്റ്റായി മനസ്സിലാക്കി അതിന്റെ ക്വസ്റ്റ്യൻ മാർക്കുകൾ കറക്റ്റ്, അതിന്റെ ക്വസ്റ്റ്യൻ നമ്പറുകൾ കറക്റ്റ് ചെയ്ത് അതിനുശേഷം എഴുത്ത് വളരെ വായിക്കുവാൻ ഒരു പക്ഷേ നിങ്ങളുടെ ഹറി വിൽ ബറി യു എന്ന് പറഞ്ഞു. നിങ്ങളുടെ തിരക്ക് നിങ്ങളെ പിടിച്ചിടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വേഗത്തിൽ നിങ്ങളുടെ കൈയക്ഷരത്തിന് അല്പം പോലും കുറവ് വരുത്താതെ നന്നായി നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ തലയിലുള്ളതാണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസറുമായിരിക്കും. പക്ഷേ ഇത് ഒരു വ്യക്തി എക്സാമിൻ ചെയ്തു മാത്രമേ, അല്ലെങ്കിൽ വാല്യൂ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മാർക്ക് അതിന്റെ സൈഡിൽ വീഴുകയുള്ളൂ. അങ്ങനെ വീഴണമെന്നുണ്ടെങ്കിൽ, അഥവാ മാർക്ക് അവിടെ ഒരു എക്സാമിനർ അവിടെ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ആ എക്സാമിനറിന് അത് റീഡ് ചെയ്യുവാൻ, വായിക്കുവാൻ തക്കവണ്ണം അത് ലെജിബിൾ ആയിരിക്കണം, അത് വ്യക്തതയുള്ളതായിരിക്കണം. ഏറ്റവും നല്ല രീതിയിൽ എഴുതുവാനും നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് യുവർ അറ്റംപ്റ്റ് ഷുഡ് ബി പ്രോപ്പർ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റിവിഷൻ. ഞാൻ മുമ്പേ ഒന്ന് ചെറുതായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ്. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓർമ്മകളുമൊക്കെയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും നാം പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കാനാ പാട്. പലപ്പോഴും നമ്മൾ പറയും പഠിക്കുന്നൊന്നും തലയിൽ കയറുന്നില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇഫ് യു റിവിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് റിവിഷൻ. ഒന്നുകൂടെ അതിനെ നോക്കുക, ഒന്നുകൂടെ അതിനെ വായിക്കുക, ഒന്നുകൂടെ അതിനെ ആവർത്തിച്ച് പറയുക, ആവർത്തിച്ച് നോക്കുക. അത് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ മെമ്മറി പാറ്റേൺ 2 തരത്തിലായിരിക്കാം. ഫോട്ടോഗ്രാഫിക് ഓർ ഫോണോഗ്രാഫിക് വെച്ചാൽ നിങ്ങൾ ശബ്ദത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിലൂടെ കേട്ടിട്ട് നിങ്ങൾ അതിനെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കാം നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ശബ്ദം കൊണ്ടുള്ള ഒരു മെമ്മറി ആയിരിക്കാം നിങ്ങൾക്ക്.
അല്ല കണ്ടുകൊണ്ട്. അതുകൊണ്ട് പേരൻസ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടി ഏത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവർ നോക്കിയിരുന്ന് വായിക്കുമ്പോൾ അവർക്ക് കണ്ണിലൂടെ കണ്ണാണ് ഏറ്റവും വലിയ ക്യാമറകൾ, ഏറ്റവും വലിയ പിക്സൽസ് ഉള്ള ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പിക്സൽസ് ഉള്ള ഒരു 2 ക്യാമറകളാണ് നമുക്ക് ദൈവം വരദാനമായി നൽകിയിരിക്കുന്നത്. ആ കണ്ണുകളിലൂടെ റീവിഷൻ, വീണ്ടും കാണുക, അതിനെ നോക്കി അത് ചിലരോട് സ്കാൻ ചെയ്തെടുക്കുന്നത് പോലെ അതിനെ പിക്ചറായിട്ട് അവരുടെ തലയിലേക്ക് അഥവാ അവരുടെ ഓർമ്മയിലേക്ക്, അവരുടെ സ്മൃതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോ അതിനെ വീണ്ടും വീണ്ടും കാണുവാനും അതിനെ തലയിൽ ആക്കുവാനുമായി നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഒരു മൈക്രോസ്കോപ്പിക് ഒരു ഫോട്ടോയും കൂടെ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലൈഡിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം അതിനെ എത്രത്തോളം മൈക്രോസ്കോപ്പിക് ഒരു മൈക്രോ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോയി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമോ, അങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതണമെങ്കിലും ഏറ്റവും ചെറുതാക്കി എഴുതണമെങ്കിലും നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനെ അതിനെ 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികമോ സെന്റൻസുകളായിട്ട് ഒരു എക്സാം അതിന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ആൻസർ ചോദിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നന്നായി എഴുതുവാൻ സാധിക്കും. അതുകൊണ്ട് റീവിഷൻ അഥവാ പുനരവലോകനം, റിവിഷൻ എന്ന ഈ ഭാഗം നിങ്ങൾ മറന്നു പോകരുത്. അത് പറയുന്നത് ഒന്നുകൂടെ പറയുകയാണ്, മറ്റൊന്നുമല്ല. എക്സാമിന്റെ ജസ്റ്റ് ബിഫോർ, തലേ രാത്രി, ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ, അതേ ദിവസവും നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് നീങ്ങാതെ അതുവരെ പഠിച്ചതും അതുവരെ വായിച്ചതും അതുവരെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ അപഗ്രഥിച്ചതുമായ വിഷയങ്ങളെ മാത്രം നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കുവാനും അതിനെ നിങ്ങളുടെ തലയിലേക്ക് എത്തിക്കുവാനുമായി നിങ്ങൾ ശ്രമിക്കണം. അതാണ് അപ്പോൾ നിങ്ങൾക്കത് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അത് പ്രതിപാദിക്കുവാനും അതിനെ നന്നായി അവലോകനം ചെയ്യുവാനും നിങ്ങൾക്കിടയാകും. കാരണം നിങ്ങൾ ഓൾറെഡി അതിനെ പുനരവലോകനം ചെയ്തവരാണ്, നിങ്ങൾ റിവിഷൻ ചെയ്തവരാണ്. അത് നിങ്ങൾക്ക് അപ്രകാരം ചെയ്യുവാനും ഇടയാകും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെടുത്തി ലാസ്റ്റ് പോയിന്റ് ആണ്, അത് സമയം എന്നുള്ളതാണ്. സമയത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഈ സമയവും ഈ കാലവും കഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞതുപോലെ സന്തോഷത്തിനും സങ്കടത്തിലും ഇരിക്കുമ്പോൾ ഒരുപോലെ വായിച്ചാൽ ഒരേ അർത്ഥത്തിൽ 2 കാര്യത്തിനും ഒരുപോലെ തന്നെ അർത്ഥം വരത്തക്ക രീതിയിലുള്ളത് എഴുതണമെന്ന് പറഞ്ഞ അക്ബറിന്റെ രാജസന്നിധിയില് ബീർബലിനെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമയവും കഴിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ മറ്റൊരു തരത്തിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സമയം അത് കഴിഞ്ഞു തന്നെ അങ്ങ് പോകും. അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാമെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഞാൻ ബൈബിളിലെ ചില വചനങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് നമ്മുടെ കുമ്മനാട് മേഖലാ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു വെബിനാർ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ സാധിക്കണമല്ലോ. അതുകൊണ്ട് സമയം എന്നത് തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചാൽ നിൽക്കുകയില്ല. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തില് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, പണ്ട് സമയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ക്ലോക്കിന് പകരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണ് അല്ലെങ്കിൽ മണ്ണ് നിറച്ചുകൊണ്ടുള്ള ആ പ്രത്യേക പഴയകാല സിസ്റ്റം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുക. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ഇതുപോലെ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. നാം പഠിക്കേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് ടൈം അലോട്ട് ചെയ്ത് പഠിക്കുക. എന്നാൽ ഇനി ഇപ്പൊ പഠിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ പറയേണ്ടത്, എക്സാമിനെ കുറിച്ചാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ എക്സാം കൊടുക്കുവാൻ പോകുന്ന, എക്സാം എഴുതുവാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മറന്നു പോകരുത്, നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വലത്തേ അറ്റത്ത് മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ബോർഡ് എക്സാം എഴുതുന്നവർക്ക് മോഡൽ എക്സാമിനേഷനും ഒക്കെ ഗവൺമെന്റ് തലത്തിലും സ്കൂളുകളും ഒക്കെ പല ഉരിവ് അത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല പ്രാവശ്യം നിങ്ങൾക്ക് ഓറിയന്റേഷൻ തന്നിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും
ഒരു പ്രോപ്പർ ടൈം ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ മൊത്തത്തിൽ വായിച്ചു നോക്കുമ്പോൾ ഏതൊക്കെയാണോ ഏറ്റവും നന്നായി അറിയാവുന്നത് അത് നിങ്ങൾ വേഗത്തിൽ എഴുതുവാനായി ശ്രമിക്കുക. ബോർഡ് എക്സാമിനുകൾക്ക് ഒരു ക്രോണോളജിക്കൽ ക്വസ്റ്റ്യന്മാർക്ക് സീക്വൻസ് അനുസരിച്ച് അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ള ആ ഓർഡറിൽ തന്നെ ക്രമമായി തന്നെ ക്വസ്റ്റ്യൻ എഴുതി നമ്പർ എഴുതി ആൻസർ ഇട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആദ്യമേ എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ ക്വസ്റ്റ്യനുകൾക്ക് എത്രയാണോ സമയം, എസ്സേ ക്വസ്റ്റ്യനുകൾക്ക് 20 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ആണ് നിങ്ങൾ സമയം ക്ലിപ്തമാക്കിയിരിക്കുന്നത്. ആ 10 മിനിറ്റിനുള്ളിൽ അത് എഴുതി തീർക്കുകയും അത് അഥവാ അത് ഇനി അല്പം കൂടെ എഴുതുവാനുണ്ടെങ്കിൽ അത് അവിടെ വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അതിനുള്ള സ്പേസ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് അത് ബാക്കിയുള്ളതും കൂടെ എഴുതി തീർത്തതിന് ശേഷം ബാക്കി പൂരിപ്പിക്കാവുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനുകൾ അപ്പാടെ തന്നെ നിങ്ങൾ വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കത്തില്ല. നന്നായി പഠിച്ചവർ, അറ്റംപ്റ്റ് ചെയ്യുന്നവർ, അത് പ്രിപ്പയർ ചെയ്തവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെന്റിലൂടെ, അതുകൊണ്ട് മാനേജ് യുവർ ടൈം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ എക്സാമിനേഷൻ കൊണ്ട് പഠിക്കുന്നതും. നിങ്ങളെ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ, ആ പർട്ടിക്കുലർ ടൈമിനകത്തിലൂടെ നിങ്ങളെ ഈ ഇത്രയും കാലം നിങ്ങൾ പഠിച്ച കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 10ാം തരത്തിൽ ആണെങ്കിൽ നിങ്ങളുടെ 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ KGs മുതൽ കിൻഡർ ഗാർഡൻ മുതൽ 10th വരെയുള്ള നിങ്ങളെ അസസ് ചെയ്യുന്ന, നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഒരു സർട്ടിഫൈഡ് ആയിട്ട് നൽകുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ഈ വരുന്ന ബോർഡ് എക്സാം എന്ന് പറയുന്നത്. 10th പഠിക്കുന്നത്. അതുപോലെ തന്നെ +2 ആണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ 2 വർഷത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് നിങ്ങൾ മാറി അല്പം കൂടെ ഐച്ഛികമായി അല്പം കൂടെ നാരോ ഡൗൺ ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു കാലഘട്ടത്തെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തി എന്നുള്ള നിങ്ങളുടെ വിലയിടുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സാമിനേഷന്റെ സമയം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക. ഇത്രയും പറയുമ്പോൾ ആ ടോപ്പിക് അവിടെ തീരുകയാണ്. ഇനിയും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്ലൈഡിൽ അത് തെറ്റിപ്പോയതായിരുന്നു. ലവ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അതിവിടെ ഈ സ്ലൈഡിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഹൗ ടു സപ്പോർട്ട് യുവർ ചൈൽഡ് ഡ്യൂറിംഗ് ബോർഡ് എക്സാമിനേഷൻ, ഇത് മുഴുവൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് അവസാനം നിർത്തുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. ഞാൻ അല്പം വേഗത്തിലാണ് പോകുന്നത്, കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 1/2 മണിക്കൂർ വൈകിയാണ് നമ്മുടെ ഈ സെഷൻ തുടങ്ങിയത്. അതിനിടയ്ക്കും ചില അബ്രപ്റ്റ് ഇവന്റുകൾ വന്നു. പ്രത്യേകിച്ച് മീഡിയയുടെ പ്രോബ്ലംസും ഇന്റർനെറ്റിന്റെ അപര്യാപ്തതയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അനുഭവിക്കുന്നത് പതിവാണല്ലോ. നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അത് സമയം നിങ്ങൾ ക്ഷമിക്കുമല്ലോ. നമുക്ക് അടുത്ത സെഷനിലേക്ക്. പാരന്റ്സ്, പ്ലീസ് അറ്റൻഡ് ദിസ് സെഷൻ little more seriously. How to support your child during board examination. ബോർഡ് എക്സാമിനേഷനിൽ നിങ്ങളുടെ കുട്ടിയെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ പിന്നിലാണ് നിൽക്കേണ്ടത്, മുന്നിലല്ല. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാം. പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ മുന്നിൽ കയറി നിൽക്കുന്ന ഒരു പ്രവണത കൗൺസിലേഴ്സ് ആയിട്ടുള്ള, സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള മറ്റുള്ളവർ, അതുപോലെ അധ്യാപകരായിട്ടുള്ളവർ പലർക്കും ഞങ്ങളുടെ ഇടയിൽ അതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുവാൻ ഇടയായിട്ടുള്ള ഒരു വസ്തുതയാണ്. പല മാതാപിതാക്കളും അവരവരുടെ ആഗ്രഹങ്ങളെ, അവർക്ക് ലഭ്യമാകാതെ പോയ, അവർക്ക് സാധ്യമാകാതെ പോയ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനായി തങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ മലയാളത്തിൽ പറയുന്ന ഒരു ഭാഷ ഉദ്ധരിക്കുന്നതിൽ പേരൻസ് എന്നോട് ക്ഷമിക്കുക. മറ്റൊന്നുമല്ല, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ പലപ്പോഴും അവർ മുമ്പിൽ കയറി നിൽക്കുന്ന പ്രവണത, അവർ ഫോർഫ്രണ്ടിൽ വരുന്നത്. എന്നാൽ യു ഹാവ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് യുവർ ചൈൽഡ്, അഥവാ പിന്തുണയ്ക്കുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത് എന്നൊരു വചനമുണ്ട്. എന്നതുപോലെ നിങ്ങൾ പലപ്പോഴും എടുക്കുന്ന ചില സ്റ്റെപ്പുകൾ മക്കൾ കോപാകുലരാകുവാൻ, ഇറിറ്റേറ്റഡ് ആകുവാൻ, വല്ലാണ്ട് അവർ എൻ്റെ അടുത്ത് കൗൺസിലിംഗിന് വന്ന ചില യുവാക്കൾ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, she used to nag like anything, she was irritating like anything. ഇതൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ചുമ്മാ പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെയല്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ നടന്നാൽ ശരിയാകില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ
അവരെ പിന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പിന്നാലെ നടന്ന് ചൊറിയാനുമല്ല പറഞ്ഞത്, അവരോടൊപ്പം ഇരിക്കാൻ. മുമ്പിൽ നടന്നാൽ അവർ പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണില്ല, പിന്നിൽ നടന്നാൽ അവർക്ക് വേഗത കൂടുതലാണ്. നിങ്ങളുടെ മുട്ടുവേദനയും നിങ്ങളുടെ ലെഗ്മെന്റൽ പ്രോബ്ലവും ഒക്കെ കാരണം നിങ്ങൾക്ക് വേഗത കുറവായതുകൊണ്ട് അവർ ശരവേഗത്തിൽ അവർ പോകും, നിങ്ങൾക്ക് പിടികിട്ടില്ല. എന്നാൽ അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദ ഫസ്റ്റ് തിങ് അണ്ടർസ്റ്റാൻഡ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇവിടെ ഒരാളെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കുട്ടിയുമായിട്ടുണ്ടാകും. കാരണം ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അഥവാ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും നിങ്ങളുടെ കുട്ടിയെ അതുപോലെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ നന്നായിട്ടുള്ള ഇടപെടൽ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയ വിനിമയമാണ് എപ്പോഴും ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ ഇടയാകും. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ലോകത്തിൽ ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് വളരെ സങ്കടകരമെന്ന് പറയട്ടെ, പല കാര്യങ്ങളിലും നെഗറ്റീവായ കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല, ഓ എന്റെ മോൾ ഒരിക്കലുമല്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും. കാരണം എന്താണ് ചോദിച്ചാൽ അതിന്റെ ഞങ്ങളെ പോലുള്ളവർക്ക് പറയാനുള്ള മറുപടി മറ്റൊന്നുമല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് അവരെ മനസ്സിലാക്കിയില്ല, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് സ്ട്രെസ്. ആദ്യം പറഞ്ഞല്ലോ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാകും, അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഫിയർ ഓഫ് ഫെയിലുവർ, എക്സ്പെക്ടേഷൻ, ഫിയർ പ്രഷർ. ഇത് മൂന്നും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്റെ കുട്ടിക്ക്, എന്റെ മകന്, എന്റെ മകൾക്ക് എത്രത്തോളം ഭയമുണ്ട്, ഏത് വിഷയത്തിലാണ്, എന്താണ് അതിന്റെ കാരണം, കാര്യകാരണ സഹിതം അവരിൽ നിന്ന് ഡീകോഡ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മടിയിൽ വെച്ച് നിങ്ങൾ ചോദിക്കുമായിരുന്നു, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാൽ എന്ത് ചെയ്യുമെന്ന് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം തന്നെ. എന്നാൽ അത് ഒരു കുട്ടിയുടെ ഭാരം ഒരമ്മയ്ക്ക് അറിയില്ല. അപ്പൻ എടുത്തു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ കൈ കടയ്ക്കുന്നെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ഒരു അപ്പനായതുകൊണ്ടും 4 മക്കളുടെ അപ്പനായതുകൊണ്ടും എനിക്കത് നന്നായിട്ട് അറിയാം. എന്നാൽ എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കുന്ന ആ അമ്മയ്ക്ക് ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളെ എടുത്ത് കൈ വേദനിക്കുന്നതായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അതിനെ പഠന വിഷയമാക്കിയപ്പോഴും മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. ഒരു സൈഗോട്ടയായിട്ട് വെയിറ്റ് ടൈം തൊട്ട് അവരുടെ ഉദരത്തിൽ വഹിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ആദ്യം മുതൽ അവർ എടുത്തു തുടങ്ങുമ്പോൾ അവരുടെ ഭാരം അറിയത്തില്ല. ഞാൻ അടുത്ത സമയത്ത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാനും ഇടയായി തീർന്നത്, 25 വയസ്സോളം അതിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ പിന്നീടും എടുത്തുകൊണ്ടായിരുന്നു. കാല് ഉറയ്ക്കാത്ത, കാല് തളർന്ന് ജന്മന അരയ്ക്ക് കീഴെ തളർവാദ രോഗത്താൽ അല്ലെങ്കിൽ പോളിയോ ബാധിച്ച് അപ്രകാരമായി പോയ ഒരു കുട്ടിയെ എന്നും സ്കൂളിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അമ്മയുണ്ടായിരുന്നുവെന്ന്. കാരണം ആ അമ്മയ്ക്ക് അല്പം പോലും ആ കുട്ടി 50 കിലോയും 55 കിലോയും 60 കിലോയും ആയിട്ടും അമ്മയ്ക്ക് സ്വന്തം മകനെ ആ ദിനേന എടുക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ആണല്ലോ മലയാളക്കരയിൽ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പറയട്ടെ, നമ്മുടെ സമയം അതിവേഗത്തിൽ അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളുടെ ഭയം എവിടെയാണ്, അവർക്ക് തോൽവിയോടുള്ള ആശങ്ക എവിടെയാണ്, അത് മനസ്സിലാക്കേണ്ടത് ഒരു അമ്മയുടെയും അപ്പന്റെയും കടമയാണ്. എന്നാൽ അതിലുപരി ഏറ്റവും വലിയ പ്രാധാന്യത അർഹിക്കുന്നത് അമ്മയ്ക്കാണ്. അമ്മയോളം ഉലകത്തിൽ വേറെ ഒന്നിനും സാധ്യമാകുകയില്ല. പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ എന്നത് യാഥാർത്ഥ്യമായി ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള മലയാളക്കരയിൽ പറഞ്ഞ് പഴകിയ പഴഞ്ചൊല്ലുമായതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ അത് പറയുന്നതിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് അമ്മമാർ അത് പ്രത്യേകം മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളുടെ ഭയം എവിടെയാണ്, അടുത്ത ദിവസം അവർ എക്സാമിനേഷന് പോകുമ്പോൾ അവർക്ക് ഭയമുള്ളത് ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലാക്കി അവരോടൊപ്പമായിരുന്നാൽ നിങ്ങൾക്ക് അതിനെ വിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ അവർക്ക് അമിതമായ പ്രതീക്ഷകൾ അവരിൽ കൊണ്ടിട്ട് കൊടുത്ത്, പേരന്റൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും, തല നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോഴത്തെ ആദ്യത്തെ മഴയൊക്കെ വലിയ പ്രശ്നമാണെങ്കിൽ പോലും വെള്ളത്തിൽ കിടന്ന് വളർന്നു വന്ന, അതിനുശേഷം ഈ ഉലകത്തിലേക്ക് ജനിച്ചു വീണ ഒരു കുട്ടി 2 വയസ്സോളം എടുക്കും തലയോട്ടി ഒന്നിച്ചു കൂടുവാൻ. മുകളിലും
പിന്നിലുമായി 2 ഓപ്പണിംഗ് എല്ലാ മനുഷ്യന്റെയും തലയോട്ടിയിലുണ്ട്. അത് 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ എടുക്കും അത് പൂർണ്ണമായി യോജിച്ച് തലയോട്ടി നന്നായി തീരുവാൻ. എന്നാൽ അതിനും ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിയുടെ തലയിൽ ഒരു ചാറ്റമഴ പനിയായി തീരുമെന്ന് ആദ്യം തന്നെ അമ്മയും അപ്പനും കൂടെ ചേർന്നെടുത്തതോ അല്ലെ അമ്മ ആദ്യം കൊടുത്ത വാക്സിനേഷൻ, പേരന്റൽ ഇഞ്ചക്ഷൻ. അതിനാൽ മഴ നനയണ്ട, ചാറ്റമഴ കണ്ടാൽ തന്നെ പനി പിടിക്കുന്നവരുണ്ട്. വണ്ടിയെ കയറിയാൽ ഛർദിക്കും. അങ്ങനെ പോകുന്നു അതിന്റെ പേരന്റൽ ഇഞ്ചക്ഷന്റെ പട്ടികകളുടെ നിര. അത് എക്സെട്ര എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ ഹൗ ദ സ്ട്രെസ് അഫക്ട്സ് അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് മെന്റൽ ഹെൽത്ത് നിങ്ങൾ മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസവും ഇവിടെ പാലക്കാട് നിങ്ങൾ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സും കാര്യങ്ങളും VBSുമായി ബന്ധപ്പെട്ടുള്ള മലബാർ ട്രിപ്പിനോട് അനുബന്ധമായിട്ട് പാലക്കാട് ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ ഞാനും തോമസ് മാത്യു ചാരുവേലിലും അതുപോലെ തന്നെ TA തോമസ് പാസ്റ്ററും ഒരുമിച്ച് അവിടെയുള്ള ചിറ്റൂർ അതുപോലെ പാലക്കാട് സോൺ ഒന്നിച്ചു നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷം അവിടെയുള്ള ജെയ്സൺ ബ്രദറിന്റെ ഷാലോം മെന്റൽ ഹെൽത്ത് യൂണിറ്റിൽ ഞങ്ങളൊന്ന് പോയി സന്ദർശിക്കുകയുണ്ടായി. 200ഓളം വരുന്ന മാനസിക രോഗികളായ, അതിൽ ചെറുപ്പക്കാരും വലിയ പ്രായമില്ലാത്തവരുമായ അനേകർ മനസ്സിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായി ചലഞ്ചിലായിരിക്കുന്ന അവരെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അതുകൊണ്ട് നാം ആ ഭാഗങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ടൈം മാനേജ്മെന്റ്. ദിസ് ഈസ് ദ പവർ ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ശക്തിയാണ് സമയം. സമയം നഷ്ടപ്പെടുത്തരുത്, സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നിത്യാദി കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലും ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ, അസിസ്റ്റ് ഇൻ ക്രിയേറ്റിംഗ് എ ബാലൻസ് സ്റ്റഡി സ്കെഡ്യൂൾ. അതുപോലെ തന്നെ എൻഷുർ ബ്രേക്ക് ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആർ നീഡ് ടു ബി ഇൻക്ലൂഡഡ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് അതിനെ പറയുന്നത് കീപ് ഡിസ്ട്രാക്ഷൻസ്. എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ അത് കാണുന്നുണ്ടല്ലോ. എക്സസീവ് ഫോൺ യൂസ്, സോഷ്യൽ മീഡിയ, ഇത് നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. പരീക്ഷയുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പിൽ അവർക്ക് അല്പമായ കാര്യങ്ങൾ ചെയ്താൽ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും സ്ക്രീൻ അഡിക്ഷനിൽ നിന്നും സ്ക്രീനിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയ സമസ്യയാണ്. എങ്കിൽ തന്നെയും മാക്സിമം പേരന്റൽ ഫിഗർ അവിടെ നിങ്ങൾ ഉപയോഗിച്ചേ മതിയാകത്തുള്ളൂ. അത് നിങ്ങൾ ശാഠ്യത്തോടെയോ ഒന്നും ആയിരിക്കരുത്, പകരം സ്നേഹത്തോടെ അവരിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു ബാലൻസ് സ്റ്റഡി ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. കുട്ടികൾക്ക് ഉറങ്ങുവാനുള്ള സമയം 7 മുതൽ 8 മണിക്കൂർ വരെ, പ്രത്യേകിച്ച് എക്സാം കാലഘട്ടത്തിൽ അവർ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പ്രത്യേകിച്ച് ഒരു എക്സാം കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത എക്സാമിനെ, ആ നടന്ന എക്സാമിനെ കുറിച്ചുള്ള ചർച്ചയുമായി അതിൽ ഏതൊക്കെ കിട്ടും, എങ്ങനെ കിട്ടുമെന്നുള്ളത് എല്ലാ എക്സാമും കഴിഞ്ഞതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുമായി നിങ്ങൾ ഒരുമിച്ചിരുന്ന് അടുത്ത 1 മാസം ഇരുന്ന് റിസൾട്ട് വരുന്നിടം വരെ ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അടുത്ത ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കുട്ടികളെ മനസ്സിലാക്കുകയും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. മോന് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകളെ, മോനെ നീ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, കിട്ടിയത് കിട്ടും, അതിനകത്ത് കുഴപ്പമില്ല. എഴുതിയതിനെല്ലാം നന്നായി മാർക്ക് കിട്ടും, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ എഴുതിയതിൽ നിന്ന് ഒരു മാർക്ക് പോലും കുറയാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഭാരപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രോപ്പറായിട്ട് കുട്ടികളെ അടുത്ത എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനകത്ത് യാതൊരുവിധ പിശുക്കും നിങ്ങൾ കാണിക്കരുത്. അവിടെ ഇരുന്ന് നോക്കട്ടെ, അപ്പൊ ഇതായിരുന്നോ എഴുതിയത്, അയ്യോ തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞ് കുട്ടിയെ വ്യത്യസ്തമായ മാനസികാവസ്ഥയിലേക്ക് അതിലേക്ക് വീണ്ടും ചിന്തിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചിന്തയിൽ സമയം കളയുവാനും ഇടയാക്കരുത്. അടുത്ത കാര്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ടും പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകണം എന്നും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. വേഗത്തിൽ മൂവ് ചെയ്യട്ടെ. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിനെയാണ് നിങ്ങളുടെ മുമ്പിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രമാത്രം ക്രിട്ടിക്കലായ കാര്യമാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതാണ്.
ഒരു സർജറി യൂണിറ്റിലാണ് നിങ്ങൾ ആയിരിക്കുക എന്നുള്ള ഒരു കരുതലോടുകൂടി ആയിരിക്കണം പാരന്റ്സ്. ബിവെയർ ഓഫ് യുവർ ചിൽഡ്രൻ. നമ്മൾ സാധാരണ വീടുകളുടെ വാതിക്കലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബിവെയർ ഓഫ് ഡോഗ്. അപ്പോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നതുപോലെ നിങ്ങളുടെ കുട്ടികളെ കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള തലത്തിലായിരിക്കണം എക്സാം ടൈമിൽ നിങ്ങൾ കാര്യങ്ങളെ കാണേണ്ടത്. നിങ്ങളുടെ ടെലഫോൺ ഉപയോഗം, നിങ്ങളുടെ വ്യത്യസ്തമായ കാര്യാദികൾ എല്ലാം മാറ്റിവെച്ച് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അവരോടൊപ്പമായിരുന്നാൽ, പ്രത്യേകിച്ച് അമ്മമാർ, ജോലി ചെയ്യുന്നവർ അവരുടെ ജോലിയിൽ നിന്ന് മാറിയിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് സാരം. നിങ്ങൾ അൺവാണ്ടഡ് ആയി ചെയ്യുന്ന, നിങ്ങൾ അൺഹെൽത്തി ആയി ചെയ്യുന്ന, നിങ്ങൾ ആവശ്യമില്ലാതെ കളയുന്ന സമയങ്ങൾ അവരുടെ മുമ്പിൽ ആകരുത് എന്ന് മാത്രമാണ് പറയുന്നത്. നാം പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്, അനുസരിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ നാം ചെയ്യുന്നതൊക്കെ അവർ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുവാൻ, അനുസരിക്കുകയല്ല അനുകരിക്കാൻ സാധ്യതയുണ്ട്. മറക്കരുത്, അനുസരിക്കുകയല്ല അനുകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്തി ഹാബിറ്റ്, എൻഷുർ ദ ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞതാണത്. 7 തൊട്ട് 8 മണിക്കൂർ വരെ വളരെ പ്രാധാന്യതയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 8 മണിക്കൂറെങ്കിലും, 7 മുതൽ 8 മണിക്കൂർ കുട്ടി ഉറങ്ങുന്നത് ഉറപ്പുവരുത്തിയിരിക്കണം. കഴിയുമെങ്കിൽ 10 മണിക്ക് മുമ്പ് തന്നെ ഉറങ്ങുവാനും ഏർലി മോർണിംഗ് വേക്കപ്പ്. 7 മുതൽ 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നത് മാത്രമല്ല, അവർ എക്സാമിനേഷൻ കഴിഞ്ഞു വന്നിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉറങ്ങിയാൽ അതും കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കണം ഒരു ദിവസത്തെ 8 മണിക്കൂറിന്റെ ഉറക്കം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് മീൽസ് ഫോർ ബെറ്റർ കോൺസെൻട്രേഷൻ. ഏറ്റവും നല്ല ആഹാരം അവർക്ക് അതത് സമയത്ത് പ്രോപ്പറായിട്ട് കൊടുക്കുവാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെട്ടിരിക്കണം. അത് മാതാപിതാക്കൾ അത് ചെയ്യുമെന്നറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ പണ്ടൊക്കെ കഴിക്കാനില്ലെന്നായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം കഴിക്കുന്നില്ല വാസ്തവ പ്രാർത്ഥിക്കണം. കുട്ടി കഴിക്കുന്നില്ല. മാതാപിതാക്കൾ ഒരു പക്ഷേ അവരുടെ പുറകിന് പാത്രവുമായി ഉരുളയുമായി ഓടി നടക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലെന്നറിയാം. എങ്കിലും കൊടുക്കുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ആഹാരമായിരിക്കണം. ഓർമ്മശക്തിക്കും അവർക്ക് ഉറക്കം വരാതിരിക്കാനും ഒക്കെയുള്ള അത്. അങ്ങനെയാണെങ്കിൽ മീറ്റ് വർഗങ്ങൾ പലതും ഒഴിവാക്കിക്കൊണ്ട് ചിക്കൻ വലിയ പ്രശ്നമില്ല, പ്രോട്ടീൻ ഉള്ളതാണ്. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുമുള്ള ഫുഡ് എലമെന്റ്സ് നിങ്ങൾ ആഹാരം അപ്രകാരമുള്ള ആഹാരങ്ങൾ ക്രമീകരിക്കാനും അത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സമയത്ത് തന്നെ അവർ ആഹാരം കഴിക്കുമെന്നും അതുപോലെ മാക്സിമം അവർ വെള്ളം കുടിക്കുന്നെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു UTI പോലെയുള്ള അസുഖങ്ങൾ എക്സാമിനേഷൻ ഇടയ്ക്ക് ഉണ്ടാകുവാൻ അവർ പ്രശ്നങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന UTI പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ അവർക്ക് സാധ്യതകളുണ്ട്. അത് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ചെറുതായ തോതിൽ വന്നു കഴിഞ്ഞാൽ അത് പനിയാകും. അപ്പോൾ തന്നെ അവരുടെ ടെമ്പറേച്ചർ ഹൈറ്റ് ആകും. അത് പിന്നെ അവരുടെ എക്സാമിനേഷനെ ബാധിക്കാനൊക്കെ ഇടയാകും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ടൈം മാനേജ്മെന്റിൽ കൂടെ തന്നെ അവർ വീട്ടിലുള്ള സമയത്ത് നന്നായി വെള്ളം കുടിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ അത്യുഷ്ണത്തിന്റെ കാലഘട്ടം തുടങ്ങിയിരിക്കുന്നു. ഏപ്രിൽ മാസവും മെയ് മാസവും ഉണ്ടാകേണ്ട ചൂടിനേക്കാൾ കൂടുതൽ ചൂട് ഇപ്പോൾ മാർച്ചിലും ഫെബ്രുവരിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ ഇപ്പോൾ വിയർത്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഫാൻ എന്റെ മുകളിൽ കറങ്ങിയിട്ടും ഇവിടെ ഇരിക്കുന്നത്. അത്യുഷ്ണമാണ്. അതുകൊണ്ട് മാക്സിമം അവരെ എൻകറേജ് ദം ടു ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഒരു ദിവസം 6 മുതൽ 8 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോഴത്തെ സമയത്ത് പറഞ്ഞു പോവുക. അതിനു വേണ്ടിയിട്ട് അവർ പറയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെന്താ ബാത്റൂമിൽ പോകേണ്ടതായി വരുമെന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. എക്സാമിനേഷന് കയറുമ്പോൾ അവര് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം വെള്ളം കുടിക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിക്കണം. ആഹാരവും വെള്ളവും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത നിങ്ങൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻകറേജ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് സ്ട്രെസ്. ഞാനിത് പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് ഒരു കാര്യങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളിലൂടെ നിങ്ങൾ അവര് കൂടുതൽ ടെൻസ് ആകാതിരിക്കാനുള്ള എല്ലാവിധമായ കാര്യങ്ങളും പേരന്റിൽ നിന്ന് നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. അതിന് ഇടയ്ക്കൊന്ന് കളിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. മൂവിങ് അഹെഡ്. അടുത്തതായിട്ട് ഇന്റിമസി, ബന്ധം അഥവാ അടുപ്പം. പാരന്റ് ചൈൽഡ് ബോണ്ടിങ്. ഇങ്ങനെ എ ഷോർട്ട് മെഡിറ്റേഷൻ എക്സസൈസ് ടു ഡു വിത്ത് യുവർ ചൈൽഡ്. ഈ ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങൾ എപ്പോഴൊക്കെ ബ്രേക്കപ്പ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കുട്ടിക്ക് വേണ്ടി കുട്ടിക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുട്ടികളോടൊപ്പം
നിങ്ങളുടെ മകനോടോ നിങ്ങളുടെ മകളോടൊപ്പം പ്രാർത്ഥനയിൽ നിരതമാകുവാൻ, മെഡിറ്റേറ്റ് ചെയ്യുവാൻ, വചനം വായിച്ചു കൊടുക്കുവാൻ ഒക്കെ അതിനിടയിലൂടെ ഈ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മെഡിറ്റേഷൻ ടൈമും കൂടെ കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. ട്രൈ ടു എൻകറേജ് ദം. ഏത് കാര്യത്തിലും നിങ്ങൾ നടന്നു പോകുമ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമോ പഠിച്ചാൽ മതി, കുഴപ്പമില്ല, ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, ഫ്രീയായിട്ട് ഇങ്ങനെ പഠിക്കുകയും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും എന്നുള്ള നല്ല പോസിറ്റീവ് പദങ്ങൾ. അല്ലാതെ അവിടെ ഇരുന്ന് ചിലപ്പോൾ കുട്ടി ഇരുന്ന് ഉറങ്ങിപ്പോയെങ്കിൽ ഇരുന്ന് ഉറങ്ങുക കൊള്ളാമല്ലോ എന്ന് പറയാനോ, അപ്പൊ രാവിലെ വിളിച്ചുണർത്താൻ ചെല്ലുമ്പോൾ അടിച്ചെഴുന്നേൽപ്പിക്കാനൊന്നും പോകണ്ട. വളരെ സാവകാശം അവരോട് ഇന്റിമസിയോടുകൂടെ സ്നേഹത്തോടെ അവരോട് വർത്തിക്കുവാൻ ഇടയാകുന്നതാണ് ഏറ്റവും നല്ലത്. അത് അവർക്ക് ഗുണകരമാകും, അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അതിൽ നിന്നും അവർക്ക് കിട്ടുന്നത് അവരെ എത്രത്തോളം ഹാപ്പിയാക്കുമോ അത്രത്തോളം അവരെ ഹാപ്പിയാക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഹാപ്പി ഹോർമോൺ അത് അവർക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, വേറെ അസുഖങ്ങളൊന്നും പിടിക്കാതിരിക്കാനും നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും, അതുപോലെ തന്നെ അവരുടെ മനസ്സിന് കൂടുതൽ സ്ട്രെസ്സിൽ നിന്ന് അവർ പുറത്തു വരുവാനും, അല്പം കൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങളെ കാണാനും, അങ്ങനെ അവരുടെ ഓർമ്മശക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങളെ നന്നായിട്ട് അപഗ്രഥിക്കാനും അവർക്കിടയായിത്തീരും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അത് എൻകറേജ് ചെയ്യാൻ നല്ല വാക്കുകൾ, നല്ല പോസിറ്റീവ് വാക്കുകൾ മാത്രം വീട്ടിൽ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടണം. ഷെയറിങ് പോസിറ്റീവ് വേർഡ്സ് വിത്ത് ദം ഡെയിലി. ഡെയിലി എന്ന് പറഞ്ഞാൽ എവറി ഡേ എവറി ടൈം എന്നൊക്കെ തന്നെ പറയുന്നതായിരിക്കുന്നത് കേട്ടോ. അപ്പോ ആ കാര്യങ്ങളോടെ നിങ്ങൾ ഓർക്കുക. ലെറ്റ് മി ഗോ വിത്ത് മോർ ഫാസ്റ്റ് ലേൺ. ഇതിനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കുന്നതോടൊപ്പം നിങ്ങളും പഠിക്കുക. കുട്ടിയെ പഠിക്കുക, അവന്റെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കുക, അവളുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കുക, നന്നായി അവരെ ഒന്ന് പഠിക്കുക. ലേൺ. ഇഫ് യു ലേൺ then you can earn your time. ഞാനിങ്ങനെ പറയും, ലേണിനകത്തിൽ തന്നെയാണ് ഏൺ എന്ന് പറയുന്നത്. എല്ല് മാറിക്കഴിഞ്ഞാൽ ബാക്കിയാണ്. സോ ഇഫ് യു ലീൻ ടു ലേൺ യുവർ ടൈം യു വിൽ ഏൺ യുവർ ടൈം. അപ്പോ അവരെ ഒരു ഏണിംഗിലേക്ക്, ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക്, അവർ പഠിച്ച് ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അവരെ പഠിക്കുക, നന്നായി പഠിക്കുക, അവരോടൊപ്പം പഠിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. അവർ അല്പം കൂടെ നമ്മേക്കാൾ, നാം എല്ലാം കണ്ടവരാണ്, നാം വലിയവരാണെന്നൊക്കെ പറയുമെങ്കിലും നാം 40-ാമത്തെ വയസ്സിലും 45-ാമത്തെ വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരവരുടെ 15-ാമത്തെ വയസ്സിലും 17-ാമത്തെ വയസ്സിലും 8-ാമത്തെ വയസ്സിലും ഒക്കെ കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണെന്നുള്ള ആ ഒരു ബോധ്യം കൂടെ നമ്മെ ധരിക്കട്ടെ. അപ്പോൾ നമ്മെക്കാളും ഒരു പടി മുകളിലാണ് അവർ. ലോകം പുതിയ സംഗതികൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നാം മറന്നു പോകരുത്. അതനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുകയും അവരെ പഠിക്കുവാനും നമുക്ക് ഇടയാകണം. ലേൺ ദം and learn from them so that you can earn them. ഓക്കെ, ഞാൻ വീട്ടിലങ്ങ് പോവാണ് കേട്ടോ, ഞാൻ എൻ്റെ കൂടെ കാണണേ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 0 it. 6th one is 0 it. പൂജ്യമാക്കുക. വാട്ട് ടു അവോയ്ഡ് ആസ് പേരൻസ്. എന്തൊക്കെ നിങ്ങൾ കളയണമെന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, സോൾവിങ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഓർ പ്രഷറിംഗ് ദ ചൈൽഡ്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ആ വിരൽ ചൂണ്ടലുണ്ടല്ലോ. ഈ രണ്ട് പിക്ചർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ കാലഘട്ടത്തിൽ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടി കുനിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു. അല്പം കൂടെ കഴിയുമ്പോൾ അപ്പനോട് പോലും ഇതിൽ തിരിച്ചു ചൂണ്ടുന്ന കാലഘട്ടത്തിലേക്ക് കുട്ടി എത്തുന്നതിന് കാരണം നമ്മുടെ ബിഹേവിയറൽ പ്രോബ്ലം തന്നെയാണ്. അതുകൊണ്ട് try to avoid these kinds of things. Constant comparisons with the siblings or other students. എപ്പോഴും മറ്റുള്ളവരെ വെച്ച് അവരുടെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുന്ന ആ പ്രവണത ഒഴിവാക്കണം. ഫോക്കസിങ് ഓൺലി ഓൺ മാർക്സ് ഇൻസ്റ്റെഡ് ഓഫ് എഫോർട്ട്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. എപ്പോഴും മാർക്ക് മാത്രം മാർക്ക്. അവരുടെ എഫേർട്ടിനോ അവർക്ക് കിട്ടിയ ഇമ്പ്രൂവ്മെന്റിനോ, കഴിഞ്ഞ പ്രാവശ്യം 10 മേടിച്ചവൻ ഈ പ്രാവശ്യം 12 മേടിച്ചെങ്കിൽ 2 മാർക്കും കൂടി ഇൻക്രീസ് ചെയ്തതും അതിനുകൊണ്ടായ എഫേർട്ടും അത് അക്നോളജ് ചെയ്യാതെ, അത് മനസ്സിലാക്കാതെ, അതിനൊരു അപ്രിസിയേഷൻ കൊടുക്കാതെ, നഷ്ടപ്പെട്ടതിനെയും അല്ലെങ്കിൽ ലഭ്യമാകാതിരുന്നതിനെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന, അതിനെ മുമ്പിൽ കാണിക്കുന്ന രീതിയിൽ പേരൻസ് ഇടപെടരുത്. പ്രത്യേകിച്ച് ഈ സമയത്ത് അവരെ അല്പം ചിലപ്പോൾ ഇടയ്ക്ക് ഒരു റെസ്റ്റ് പോലെ അവരുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വിത്ത് മോണിറ്ററിങ് അത് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവരെ സ്കോൾഡ് ചെയ്യാൻ പോകണ്ട. അവരോട് തന്നെ അടുത്ത് വന്നിരുന്ന് എന്താ മോനെ ഇത് പറ്റി പ്രയാസമാണോ, എന്തുകൊണ്ടാ സ്ട്രെസ്സായോ, കേട്ടോ,
അമ്മ ഇപ്പൊ വരാം, എന്തെങ്കിലും അപ്പ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് അവരോടൊപ്പം ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്തിയേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റേക്കാം, പോയേക്കാം എന്ന് അവർ പറയുന്ന തരത്തിലേക്ക് അവർ ലെറ്റ് ദം ടേക്ക് ഇറ്റ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അടുത്തത് ദ സെവൻത് വൺ ഓർ ദ ലാസ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റ് അഥവാ പരിസ്ഥിതി. അത് ഇങ്ങനെയാണ് പറയുന്നത്: പോസിറ്റീവ് എൻവയോൺമെന്റ് അറ്റ് ഹോം, എൻകറേജ്, ഡോണ്ട് പ്രഷർ or avoid comparisons with others. And repeating it, കാരണം നല്ല ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. നിങ്ങൾ പരസ്പരം ഇത് ചെയ്യരുത്, താരതമ്യപ്പെടുത്തരുത്. അത് നിങ്ങളുടെ പരിസ്ഥിതിയെ, സാഹചര്യത്തെ മുഴുവൻ അല്ലാണ്ട് വികലമാക്കും. അതുപോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അലോ യുവർ ചൈൽഡ് ടു എക്സ്പ്രസ് ദെയർ കൺസേൺ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലം എന്താണെന്ന്, അവരുടെ വേദന എന്താണെന്ന്, അവർക്ക് ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ എന്താണ് അഭിമുഖീകരിക്കുന്നതെന്ന് ഓപ്പണായിട്ട് പറയാനൊരു ഫോറം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ളൊരു വേദി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ളൊരു ചെവി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2 ചെവിയുണ്ട്, ഒരു നാവുണ്ട്. എപ്പോഴും ഈ നാവ് മാത്രം ഉപയോഗിക്കാതെ ഈ 2 ചെവികൾ ഉപയോഗിക്കുവാനായി തയ്യാറാണ്. അതിനുവേണ്ടി അവരെ ലിസൺ ദം, അവോയ്ഡ് എക്സസീവ് പണിഷ്മെന്റ്സ് ഓർ സ്കോൾഡിങ്. വായി തോന്നുന്നതെല്ലാം പറയുന്ന രീതിയിലേക്ക്, ഒരു ബിലോ ലെവൽ പാരന്റിംഗിലേക്ക് പോകാതെ ബി അപ്ഗ്രേഡ് പേഴ്സൺ. ഒരു കാര്യത്തിൽ അവരെ സ്കോൾഡ് ചെയ്യാൻ, ഓക്കെ, അത് തെറ്റ് ചെയ്താൽ അത് കണ്ണട ചിരിക്കാനല്ല പറഞ്ഞത്, കണ്ണട ചിരിത്താക്കാനുമല്ല പറയുന്നത്. പക്ഷെ ഇതാ ആ കാര്യങ്ങളെ എന്താണെന്ന് അവരെ മനസ്സിലാക്കാൻ അവരോടൊപ്പം വരുന്നത്. എന്താ മോനെ അങ്ങനെ ചെയ്തത്, why did you do that? അങ്ങനെ ചോദിക്കാൻ, ആ ഒരു ഫീലിങ്സോട് കൂടെ ചോദിക്കാൻ. അപ്പൊ എനിക്ക് വിഷമമായിപ്പോയി, അമ്മ ഒരിക്കലും ഇങ്ങനെ കരുതിയില്ലല്ലോ, മോൻ എന്താ അങ്ങനെ ചെയ്യുന്നത്, മോൻ എന്താ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്ന സാവകാശത്തോടെ, സാവധാനതയോടെ, ഇതിനാൽ രുചി വരുത്തുന്നതും കൃപയേറിയതുമായ പദപ്രയോഗങ്ങളും പ്രതിവചനങ്ങളും നമ്മിൽ നിന്നുണ്ടാകാനിടയാകും. അത് എക്സാം കാലഘട്ടത്തിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും നന്നാക്കും. അങ്ങനെയാണെങ്കിൽ യുവർ ചൈൽഡ് വിൽ ബി സ്മാർട്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്. മൈൻഡ്, attempt, revision, time. Okay. S for stress, M for mind, A for attempt, R for revision, and E for time. ഇത് ഇത്രയും കറക്റ്റ് ആക്കിയാൽ your child become smart. And the next one is, നിങ്ങൾക്ക് പേരൻസിനും എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ, അണ്ടർസ്റ്റാൻഡ്. ടൈം, സമയം നന്നായിട്ട് ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുക. ഇമ്പോർട്ടൻസ്, പ്രാധാന്യത എന്താണെന്ന് മനസ്സിലാക്കുക. ലേൺ ഓർ പഠിപ്പിക്കുക അവരെ. ഇന്റിമസി, സീറോ ഇറ്റ്, ആൻഡ് എൻവയോൺമെന്റ്, ദാറ്റ്സ് കോൾഡ് യൂട്ടിലൈസ്. ഇവിടെ കാണുന്നത് പോലെ സ്കെയിലും സ്പാനറും ചുറ്റിയൊക്കെ നിങ്ങളുടെ തന്നെ. യു ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു become your child smart, like yourself. This is the takeaway. മറന്നു പോകരുത്. നിങ്ങളുടെ കുട്ടി സ്മാർട്ട് ആകണമെങ്കിൽ യു ഹാവ് ടു യൂട്ടിലൈസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഉപയോഗിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളും സ്മാർട്ടാകാനിടയായി തീരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.